മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കണ്ട ഇലകളിലൊന്നും മുള്ളുണ്ടാവൂല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ 6 കിലോ വരെ വെയിറ്റ് വരും ഈ പൈനാപ്പിളിന്. ലിപ്പോട്ടെ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്, വിദേശ ഇനം ഫ്രൂട്ടാണ്. ഈ വൈനൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ടും കഴിക്കാൻ. ചെറിയൊരു ഞാവൽപ്പഴം പോലെയാണ് ഇരിക്കണത്. സീറ്റമ്പഴം. സീറ്റമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ പറ്റിയ അമ്പഴങ്ങയാണ്. കണ്ട സീഡ്ലെസ് ലെമൺ. അപ്പൊ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ച് പിടിപ്പിക്കേണ്ട ഒരു ലെമൺ തന്നെയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ ജ്യൂസിന്. ഇതാണ് പാകിസ്ഥാൻ മൾബറി. മൾബറിയിൽ തന്നെ ഏറ്റവും മധുരം കൂടിയ വെറൈറ്റി ആണ്. ഇതേപോലെ നിറച്ച് കായ്ക്കും കേട്ടാ. ഇത് ഇപ്പൊ ശരിക്കും പഴുത്തിട്ടൊന്നുമില്ല, നല്ല മധുരമാണ്. നമുക്ക് വെറുതെ കഴിക്കാം. ഇതിന്റെ എല്ലാം നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് എടുക്കാം. ഇതൊരു 10 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇത് ഇങ്ങനെ കാട് പിടിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. നമ്മപ്പത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് ഫുള്ള് കാടൊക്കെ കളഞ്ഞ് ഇവിടെ പഴമരങ്ങളൊക്കെ ഉണ്ടായി മൊത്തം നമ്മ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് റീപ്ലാന്റ് ചെയ്താണ്. അപ്പൊ ഈ 10 സെന്റിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാല് ഒരു 150ഓളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് വെച്ചേക്കണത്. അപ്പൊ എല്ലാ തരം ഫ്രൂട്ട് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സീസൺ ഒന്നും ഇല്ല, ഏത് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ മരത്തുമ്പോ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം, കാണുമ്പോ തന്നെ ഒരു സന്തോഷമുള്ള. അപ്പൊ ഇവിടെ നട്ടേക്കണ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പലതരം മാവുകൾ വെച്ചിട്ടുണ്ട്, പലതരം പ്ലാവുകൾ വെച്ചിട്ടുണ്ട്, പലതരം ചാമ്പകള്, പലതരം നാരങ്ങ, അതേപോലെ ഈ റംബൂട്ടാൻ, ബേറാപ്പിള്, നെല്ലി, അബിയു, ഓറഞ്ച്, നാവൽ, അങ്ങനെ ഒരുപാട് തരം ഫ്രൂട്ടാണ്. മരമുന്തിരി, ജബോട്ടിക്കാബ, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും പിന്നെ നമുക്ക് കിളികൾക്കും ഇഷ്ടം പോലെ കിളികളായിരിക്കുള്ളൂ. നമ്മൾ രാവിലെയൊക്കെ പറമ്പിലേക്ക് വരുമ്പോ ഇഷ്ടം പോലെ കിളികൾ. കാരണം കിളികൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് നമ്മുടെ മരത്തേന്ന് പറിച്ച് കഴിക്കുക. അപ്പൊ നമുക്ക് അവർക്കുമായി നമുക്കുള്ള ഫ്രൂട്ടും കിട്ടും. അല്ലാണ്ട് നമ്മ വിൽപ്പനയല്ലേ ഈ മരത്തുമെന്ന് ഉദ്ദേശിച്ചേക്കണം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനെ പരിചയിച്ചുകൊണ്ടിരിക്കണം. ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പൈസ മുടക്കിയാൽ മതി, പിന്നെ ഇതിന് വളം ഇട്ട് കൊടുത്താൽ മതി, കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് ഫ്രൂട്ട് പ്ലാന്റ് നന്നായിട്ട് കായ്ക്കുള്ളൂ. പ്രൂൺ ചെയ്യണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഈ മാവൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. അപ്പൊ നമ്മുടെ കൈ എത്തിച്ച് പറിക്കണ രൂപത്തില് നമുക്ക് മാങ്ങയൊക്കെ കിട്ടുകയും ചെയ്യും. കൂടുതൽ ശിഖരങ്ങൾ വരും. ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാല് ആണ് നന്നായിട്ട് പൂവും കായ ഉണ്ടാവുള്ളൂ. പിന്നെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. നമ്മ കട്ട് ചെയ്ത് നിർത്താം. കൊമ്പുകൾ കട്ട് ചെയ്ത്. അപ്പൊ ഈ റംബൂട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കായ ഉണ്ടായി കഴിഞ്ഞാല് കംപ്ലീറ്റ് പിന്നെ പ്രൂൺ ചെയ്ത് നിർത്തണം. അപ്പൊ പുതിയ ശിഖരങ്ങൾ വന്ന് അതിലാണ് കായ അധികം ഉണ്ടാവുള്ളൂ. ഇല്ല, ചെടി ഉണങ്ങി പോകുന്നില്ല. പിന്നെ ഞാനിവിടെ പ്ലാവ് ഒന്നും പ്രൂൺ ചെയ്യാറില്ല കേട്ടാ. എന്നുവെച്ചാൽ ഇവിടെ പ്ലാവിന്റെ തടത്തില് കൽപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ ചാരൂടും, എല്ലുപൊടി ഇടും, ചാണകപ്പൊടി, ആട്ടും കാഷ്ടം ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വർഷത്തിലൊരു 3 പ്രാവശ്യം എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും ഇട്ട് കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യണത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, വളങ്ങളൊന്നും. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒക്കെ പുഴുക്കേടൊക്കെ വെച്ചാൽ നമ്മ ഒന്നും തന്നെ സ്പ്രേ ചെയ്യാറില്ല, ജൈവം സ്പ്രേ ചെയ്യാറില്ല, കെമിക്കൽസ് ഒന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കണില്ല. ഇതാണ് പാകിസ്ഥാൻ മൾബറി. മൾബറിയിൽ തന്നെ ഏറ്റവും മധുരം കൂടിയ വെറൈറ്റി ആണ്. ഇതേപോലെ നിറച്ച് കായ്ക്കും കേട്ടാ. ഇത് ഇപ്പൊ ശരിക്കും പഴുത്തിട്ടൊന്നുമില്ല, നല്ല മധുരമാണ്. നമുക്ക് വെറുതെ കഴിക്കാം. ഇതിന്റെ എല്ലാം നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് എടുക്കാം. ഇതിൽ നിറച്ച് കായായിരിക്കുള്ളൂ. വേണ്ട ഇഷ്ടപോലെ നമ്മ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കയ്യെത്തിച്ച് പൊട്ടിക്കാം. ഈ പാകിസ്ഥാൻ മൾബറി ഇവിടെ സാധാരണയായിട്ട് കാണപ്പെടുന്നതാണോ, അതോ ഇത് എവിടെന്നെങ്കിലും പ്രത്യേകം വരുത്തിച്ചതാണോ? ഇത് നമ്മുടെ നാട്ടിലല്ലേ, ഇത് വിദേശത്ത് നിന്നൊക്കെ വന്ന ഇനങ്ങളാണ്. അപ്പൊ ബ്രസീലിയൻ മൾബറി, പാകിസ്ഥാൻ മൾബറി ഒക്കെ ഒരുപാട് ടൈപ്പ് മൾബറി ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പഴുത്താലും മഞ്ഞ കളർ തന്നെയാണ്. ബ്രസീലിയൻ പഴുത്താല് വയലറ്റ് കളറാണ്. പിന്നെ നമ്മുടെ സാധാ മൾബറി പഴുത്താല് വയലറ്റ് കളറാണ്. നമ്മുടെ നാട്ടിൽ പിടിക്കും ഇതൊക്കെ നട്ടാ പിടിക്കുന്നത്. നമ്മ ഇപ്പൊ ബഡ് ചെയ്ത തൈകളും ഒക്കെയാണ് പിടിക്കണത്. പിന്നെ കമ്പ് നട്ടിട്ടും ഇത് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ബഡ് ചെയ്ത തൈകള് വിൽപ്പന ഉണ്ടോ? ഇവിടെ വിൽപ്പന ഉണ്ട്. നമ്മ തൈകളൊക്കെ വിൽപ്പന ഉണ്ട്. നമ്മ ബഡ് ചെയ്ത തൈകളൊക്കെ കൊടുക്കണ്ട്. പിന്നെ തൈയുടെ വില എന്ന് വെച്ചാൽ ഇത് 600 രൂപ തുടങ്ങി അങ്ങടാണ്. ചെറിയ തൈ വലിയതാവും തോറും തൈക്ക് വില
വിലയുണ്ട്. വിലയുള്ള നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള മൾബറികളാണ്. പിന്നെ കിട്ടിയാൽ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് വിശ്വസിച്ച് കായുള്ളത് നോക്കി മേടിക്കണം. അല്ലെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ മൾബറിയാണെന്ന് തിരിച്ചറിയും. തിരിച്ചറിയണമെന്ന് വെച്ചാല് ഇത് ഇപ്പൊ ഈ കായകൾ ഇത്രയും ഉണ്ടാവുള്ളൂ, പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് ഇരിക്കണത്. ഇല കണ്ടാലൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് കഴിച്ചു നോക്കി കണ്ട, ഇതും പഴുത്തിട്ടൊന്നുമില്ല, പഴുത്താലാണ് ഇതിന് മധുരം വന്നത്. ഇതെന്ന് പറഞ്ഞാല് വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം തന്നെ ചക്കി ഉണ്ടായ പ്ലാവാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ചക്കി ഉണ്ടാവും. ചക്ക ഉണ്ടാവുന്ന എപ്പോഴും ചക്ക ഇരിക്കുള്ളൂ. കണ്ട നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഇതുമ്പോ ചക്ക ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കണതാണ്. കഴിഞ്ഞ മാസമൊക്കെ ചക്കയായിരുന്നു. ഇപ്പൊ ചക്ക ഉണ്ടായിക്കണല്ലോ, നമുക്ക് താഴെ നിന്ന് പൊട്ടിക്കുക. അതാണ് പ്രത്യേകത. എല്ലാം കിടന്നറച്ച് ഒരു പോലെ തന്നെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. പശ ഉണ്ടാവൂല, അതേപോലെ തന്നെ മടലൊക്കെ കുറവായിരിക്കുള്ളൂ. നമുക്ക് സാധാരണ ചക്ക മുറിക്കുമ്പോ ഈ പശയൊക്കെ കാരണമാണ് ഇന്നത്തെ തലമുറക്കൊക്കെ ചക്കയൊക്കെ ഇഷ്ടം. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പശയൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് ഈ ചെറിയ ചക്കയാണെങ്കിലും ഒരുപാട് ചുളകളായിരിക്കുള്ളൂ കേട്ടോ ചക്കയില്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാണ്. വലിയ സ്ഥലമൊന്നും വേണ്ട വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവ് വെക്കാനായിട്ട്. കുറഞ്ഞ സ്ഥലത്ത് വെക്കാൻ. സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാവിന്റെ ഇനം തന്നെയാണ്. അപ്പൊ ഇത് ഞാനിപ്പോ ഒരു 5-8 വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവിന്റെ എല്ലാം തന്നെ കായ്ച്ചിട്ടുണ്ട്. കണ്ട, ഇതും വിയറ്റ്നാം സൂപ്പർ ഏലിയാണ്. എല്ലാം കണ്ട, അതൊക്കെ ഉണ്ട്. ചെറുതിലേ തന്നെ എല്ലാ പ്ലാവും കായ്ച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് വേറൊരു 10ഓളം വെറൈറ്റി പ്ലാവ് വെച്ചിട്ടുണ്ട്. സിന്ദൂരം, പിന്നെ JD83, പശയില്ലാത്തത്, പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉള്ളത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പ്ലാവുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് എന്ന് പറഞ്ഞാൽ ഇത് മാങ്ങണ്ടി കുഴിച്ചിട്ട മാവാണിത്. ചേലം മാവ് എന്ന് പറഞ്ഞ മാവാണ്. കണ്ട, ഇത് എപ്പോഴും ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നമുക്ക് മാങ്ങ കിട്ടിക്കൊണ്ടിരിക്കും. ഈ മാവ് വെച്ചിട്ട് ഒരു 3 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ ഇത് കായ്ച്ചു തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ മാങ്ങ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. പുഴുവൊന്നും വരൂല, വലിപ്പുള്ള മാങ്ങയാണ്. അപ്പൊ മാങ്ങണ്ടി കുഴിച്ചിട്ടാലും 3 വർഷത്തിനുള്ളിൽ കായ്ക്കേണ്ട ഒരു മാവിന്റെ വെറൈറ്റിയാണ് അത്. പിന്നെ മാവ് ഒരുപാട് തരം മാവുകൾ വെച്ചിട്ടുണ്ട്. ഓൾ സീസൺ മാവ്, അങ്ങനെ ഒരുപാട് മൂവാണ്ടൻ, പേരാപ്പിള്, ഇതാണ് പേരാപ്പിള് വെച്ചിട്ടുണ്ട്. പിന്നെ സപ്പോട്ട ഒരു 7 വെറൈറ്റി സപ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രീൻ സപ്പോട്ട, വൈറ്റ് സപ്പോട്ട, പിന്നെ റെഡ് സപ്പോട്ട, മാമി സപ്പോട്ട, ബനാന സപ്പോട്ട, ക്രിക്കറ്റ് ബോള്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട്. വേറാപ്പിളാണ് ഈ കാണണ്ട. വേറാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയൊരു കൂട്ടാനുണ്ട്. ഇതുമാതിരിപ്പോ കായ ഉണ്ടായി വന്നതണ്ട. ഇത് നിറച്ച് കായ പിടിക്കും, ഇതേപോലെ കായ പിടിക്കും. പിന്നെ ഇതുമലി ടേസ്റ്റാണ്. മേലന്തപ്പഴം എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കൂലേ, ആപ്പിളിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണ്. അത് കൂടാണ്ട് ഇതിന്റെ ഇലക്കും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. മരുന്നുണ്ടാക്കാനൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ഇതിന്റെ ഇലകള് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇതാണ് ജബോസിക്കാബ, മരമുന്തിരി എന്ന് പറയും. മുന്തിരി പോലെ തന്നെ ഈ മരത്തുമ്മൽ ഉണ്ടാവണത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് നിറച്ച് കായ ആയിരുന്നതാണ്, ഇപ്പൊ കായ ഉണ്ടായി കഴിഞ്ഞതാണ്. അതേപോലെ ഇത് മിൽക്കി ഫ്രൂട്ടാണ്. ഇതും ഈ വർഷം കായ്ച്ചിട്ടുണ്ടായി. മിൽക്കി ഫ്രൂട്ട് ഇതുവരെ കായ്ച്ചിട്ടുണ്ടായില്ല, ഈ വർഷമാണ് ഇത് കായ്ച്ചത്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടും 20ഓളം വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ കഴിഞ്ഞിരിക്കുന്നതാണ്. നിറച്ച് നമുക്ക് കായ് കിട്ടാറുള്ളതാണ്. ഈത്തപ്പനയാണ്. ഈത്തപ്പന നട്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കായ്ക്കോന്നൊന്നും അറിയില്ല. പിന്നെ വെറൈറ്റി ആയിട്ട് ഒരുപാട് പേര് കൃഷി കാണാനും കുട്ടികളൊക്കെ വന്നാണല്ലോ. അപ്പൊ ഒരു ഈത്തപ്പന മരം നമ്മ നട്ടേക്കണതാണ്. പിന്നെ മുള്ളില്ലാത്ത പൈനാപ്പിളാണ് കാണുന്നത്. മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കണ്ട, ഇലകളിലൊന്നും മുള്ളുണ്ടാവൂല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ 6 കിലോ വരെ വെയിറ്റ് വരും ഈ പൈനാപ്പിളിന്. പിന്നെ ഭയങ്കര ജ്യൂസിയാണ്, നല്ല മധുരം ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയാണ്. ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയാണ് മുള്ളില്ലാത്ത പൈനാപ്പിൾ. പിന്നെ ഇത് ലിപ്പോട്ടെ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. വിദേശ ഇനം ഫ്രൂട്ടാണ്. ഈ വൈനൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ടും കഴിക്കാൻ. ചെറിയൊരു ഞാവൽപ്പഴം പോലെയാണ് ഇരിക്കണത്. പിന്നെ മാതളമൊക്കെ ഇവിടെ എപ്പോഴും കാഴ്ചകൾ കാണിക്കാം.
ഇത് കൊറേ വെട്ടി പ്രൂവ് ചെയ്ത് നിർത്തിയേക്കണോണ്ടാണ്. ഇത് മാതളം, വൈറ്റ് മാതളമാണ്. പിന്നെ ഇത് സീറ്റമ്പഴം. സീറ്റമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ പറ്റിയ അമ്പഴങ്ങയാണ്. കണ്ട, ഇതെപ്പോഴും അമ്പഴങ്ങ ആയിരിക്കുള്ളൂ. നമുക്ക് അച്ചാറിടാനും വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ്. അതേപോലെ സപ്പോട്ട പല തരത്തിലുള്ള സപ്പോട്ട വെച്ചിട്ടുണ്ട്. റംബൂട്ടാൻ ഇതൊക്കെ ഇപ്പൊ നിറച്ച് കായായിരുന്നതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇതിന്റെയൊക്കെ. അതുപോലെ നെല്ലി 2 വെറൈറ്റി വെച്ചിട്ടുണ്ട്. റെഡ് നെല്ലിയും വെച്ചിട്ടുണ്ട്, ചുവന്ന നെല്ലിയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മ ഇവിടെ കരിമഞ്ഞൾ കണ്ട, ഇതൊക്കെ നമുക്ക് കരിമഞ്ഞൾ കൃഷി ചെയ്തേക്കുന്നതാണ്. അപ്പൊ കരിമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലവേദന, ഇതാണ്ട കരിമഞ്ഞൾ. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് കരിമഞ്ഞളിന്റെ ഇല ഇരിക്കണം. കണ്ട, നടുക്ക് വയലറ്റ് വരാ, കണ്ടൊക്കെ പച്ച കളറായിരിക്കുള്ളൂ. അപ്പൊ കരിമഞ്ഞള് മൈഗ്രെയിൻ, അതേപോലെ സോറിയാസിസ്, വെള്ളപ്പാണ്ട്, തലവേദന, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. പിന്നെ സ്കിൻ ഡിസീസസ് നല്ലതാണ്. സൗന്ദര്യവർദ്ധനവിനൊക്കെ ഉപയോഗിക്കുകയാണ് കരിമഞ്ഞൾ. അതേപോലെ നമ്മ എല്ലാ ഫ്രൂട്ട് പ്ലാന്റിന്റെ തരത്തിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഇന്ന് ഭയങ്കര ഡിമാൻഡുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ നമുക്ക് സൗന്ദര്യവർദ്ധനവിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഫ്രൂട്ട് പ്ലാന്റിന്റെ ഒക്കെ എല്ലാത്തിന്റെയും തടത്തിൽ മഞ്ഞൾ നട്ടുകൊടുത്താല് ഇപ്പൊ ഈ ഒന്നാമത് കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ മരങ്ങളുടെ തടത്തിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ നട്ടുകൊടുത്തേക്കുന്നു. പിന്നെ ഇതാണ് അബിയു. അബിയു ഇപ്പൊ ഫ്ലവർ ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പൊ അബിയു ഫ്ലവർ ചെയ്തിട്ട് ഇതിപ്പോ 2 വർഷമായിട്ടുള്ളൂ ഈ അബിയു മരം നട്ടിട്ട്. കഴിഞ്ഞ വർഷം കണ്ട കായ പിടിച്ചേക്കണണ്ട, കഴിഞ്ഞ വർഷവും കായ ഉണ്ടായത് ആണ്. ഇപ്പോൾ കായ പിടിച്ചേക്കണണ്ടില്ലേ. അപ്പൊ അബിയു ഇങ്ങനെയാണ് ഫ്രൂട്ട്. നല്ലൊരു ഫ്രൂട്ടാണ്, നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് അബിയു. അതിന്റെ വലിയ പ്ലാന്റ് വേറെ പ്ലാന്റും ഉണ്ട്, അതിൽ നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് ഇതൊക്കെ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയില്ലേ, ബബ്ലൂസ് നാരങ്ങയാണ്. ഇതൊക്കെ കഴിക്കാനായിട്ടുണ്ട്. ഇത് ബുഷ് ഓറഞ്ച് ആണ്, നമ്മ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണ ബുഷ് ഓറഞ്ച് ആണ്. ഇതുമേലൊക്കെ എപ്പോഴും കായ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ സാധാ ഓറഞ്ച് ആണ്. ഇത് മഞ്ഞ പപ്പായയുടെ തൈയാണ്. പപ്പായ ഇവിടെ റെഡിയായിട്ട് ഒരുപാട് നട്ടിരുന്നാണ്. ഇതിപ്പോ വിളവൊക്കെ കഴിഞ്ഞപ്പോ ഈ ഓരോ ഇപ്പൊ ഇവിടെ ഭയങ്കര ചോല വന്നല്ലോ മരത്തിന്റെ. അപ്പൊ ഇത് കുപ്പാസു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ, ഒരു വിദേശ ഇനം ഫ്രൂട്ടാണ്. ഇത് കായ്ച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഇത് വളർന്ന് വന്നോളൂ. ചെറിയൊരു തൈ മേടിച്ചാണ്, വലിയ വില കൊടുത്തൊക്കെ നമ്മൾ മേടിച്ച തൈയാണിത്. ഞാൻ മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കുള്ളൂ. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇപ്പൊ ഷുഗർ പേഷ്യൻസിനൊക്കെ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ മധുരം ഇടണ്ട, നല്ല മധുരമായിരിക്കുള്ളൂ. പിന്നെ നമുക്ക് പുളിയുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം ഇത് കഴിച്ചിട്ട്, നല്ല മധുരമായിരിക്കുള്ളൂ. പിന്നെ ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് കണ്ട എപ്പോഴും കായ ആയിരിക്കുള്ളൂ. കണ്ട, നമുക്ക് പച്ചക്കും കഴിക്കാം. ഇതാണ് ഇതിന്റെ കായകൾ. ഇതിങ്ങനെ പച്ചക്ക് നമുക്ക് കഴിക്കാം, പിന്നെ പഴുത്ത കഴിഞ്ഞാലും കഴിക്കാം. പച്ചക്ക് ഇതേപോലെ നമുക്ക് വെറുതെ നമുക്ക് ഞൊട്ട കഴിക്കണ പോലെ കഴിക്കാം. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഈ പീനട്ടിന്റെ ഫ്രൂട്ട്. ഇത് മക്കാഡാമിയ. മക്കാഡാമിയ എന്ന് പറയുന്ന നട്ടാണ് ട്ടാ. ഇത് നല്ല വില ഉള്ളതാണ്. ഇത് കായ്ച്ചിട്ടില്ല, കായ്ക്കാനായിട്ടുണ്ട്. നമ്മ 3 വർഷമായിട്ടുള്ള നട്ടിട്ട്. മക്കാഡാമിയ എന്ന് പറയണ നെട്ടാണ്. നമുക്ക് മാളിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതാണ് ബ്ലാക്ക് സപ്പോർട്ട് മരം. ഇത് ബ്ലാക്ക് സപ്പോർട്ട് കേട്ടാ. നമ്മ കായ്ച്ചിട്ടില്ല, കായ്ക്കാനായിട്ടുണ്ട്. ഇതൊക്കെ വിദേശ ഇനം ഫ്രൂട്ടാണ്. ടേസ്റ്റാന്ന് പറയണ്ട്. ഇത് വലിയ മരം ആവണ്ട്. കണ്ട, ഇത് കായ്ക്കാനായിട്ടുണ്ട്. പിന്നെ ഇത് ജബോട്ടിക്കാബയുടെ വേറൊരു വെറൈറ്റി ആണിത്. അത് കായ്ച്ചിട്ടില്ല. നാവലാണിത്. വൈറ്റ് നാവലും ബ്ലാക്ക് നാവലും നട്ടിട്ടുണ്ട്.
പിന്നെ ഇതാണ്ട് സീഡ്ലെസ് ലെമൺ. അപ്പൊ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ലെമൺ തന്നെയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ ജ്യൂസിന്. പിന്നെ നമുക്ക് തോലേപ്പാടി ഇട്ട് അടിച്ചു കഴിഞ്ഞാലും കയ്പൊന്നും വരൂല. ജ്യൂസിന് ഏറ്റവും നല്ലതാണ്. ഇതെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, സീസണില്ല. പിന്നെ ഇത് കണ്ട, ഇതാണ് നമ്മുടെ സീതപ്പഴം. സീതപ്പഴവും നമുക്ക് സീസണൊന്നുമില്ല, ഫുൾ ടൈം സീതപ്പഴം കഴിച്ചുകൊണ്ടിരിക്കും. കണ്ട, നമുക്ക് കടയിൽ നിന്ന് മേടിച്ച ഫ്രൂട്ടിന്റെ സീഡ് നമുക്ക് കുഴിച്ചിട്ടതാണ്. എപ്പോഴും ഫ്രൂട്ട് ആയിരിക്കുള്ളൂ ഇതില്. ഇതും കണ്ട, കുമ്മുമ്മലൊക്കെ നിറച്ച് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ എപ്പോഴും ഫ്രൂട്ട് ഇട്ട് ഭയങ്കര ടേസ്റ്റിയാണ് സീതപ്പഴത്തിന്. പിന്നെ ചാമ്പകൾ നമ്മ പല വെറൈറ്റി ചാമ്പകൾ വെച്ചിട്ടുണ്ട്. കണ്ട, ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ച കളറിലുള്ള ചാമ്പ, ആപ്പിൾ ചാമ്പകള്, വാലി ചാമ്പ, ഉമർച്ചാമ്പ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ചാമ്പകൾ. ചാമ്പക്ക ഇപ്പൊ പൂവിട്ട് തുടങ്ങണ സമയമാണ്. നല്ല ഫ്ലവർ ചെയ്യാനുള്ളൂ. അപ്പൊ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിറച്ച് ചാമ്പക്ക ഇനി ഇങ്ങനെ കൊറേ മാസങ്ങൾ, ഒരു ജൂലൈ ആഗസ്റ്റ് വരെ നിറച്ച് ചാമ്പക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ മഴ ആവുമ്പോഴാണ് ചാമ്പകക്ക് ഇത്തിരി മധുരം കുറയണത്. അല്ലാത്ത ടൈമിലുണ്ടാകുന്ന ചാമ്പകക്ക് നല്ല മധുരം തന്നെയാണ്. പിന്നെ നമ്മൾ ചെറുനാരകം. ഈ ചെറുനാരകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുള്ളുണ്ടാവൂല. ഇതിന്റെ ഇലകളിൽ മുള്ളു കുറവാണ്. സാധാരണ നാരകം പോലെയല്ല. എപ്പോഴും ഇപ്പൊ ഇത് ലെയർ ചെയ്ത് ഒരുപാട് തൈ എടുത്തേക്കണ കാരണമാണ് ഈ നാരകം. അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായിരുന്നതാണ്, എപ്പോഴും കായ്ക്കണതാണ്. ഇതുമേല് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ചെറുനാരകത്തിന്റെ ഇനമാണ്. മുള്ളു കുറവുള്ള ചെറുനാരങ്ങയാണിത്. ഇത് മുസമ്പിയാണ്. മുസമ്പിയും ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നിറച്ച് മുസമ്പി കാഴ്ചയെടുക്കുന്നതായിരുന്നു. എപ്പോഴും ഉണ്ടാവണാണ് മുസമ്പി. നമ്മുടെ എല്ലാവരും മുസമ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ എപ്പോഴും കായ്ക്കണ ഒരു വെറൈറ്റി മുസമ്പിയാണ്. ഇതില് മുള്ളൊന്നുമില്ല. അങ്ങനെ കണ്ട, ചെടിയിൽ അങ്ങനെ മുള്ളൊന്നും ഉണ്ടാവൂല. നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിലോ ഡ്രമ്മിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയാണ്. പേര കുറെ ടൈപ്പ് ഉണ്ട്. കിലോ പേര, ഇത് വെരിഗേറ്റഡ് പേരയാണ്. പേരക്കൊക്കെ എപ്പോഴും പേരക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വെരിഗേറ്റഡ് പേരാന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലെ പേരക്ക ഉണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴും പേരക്ക കഴിക്കാൻ പറ്റിയതും നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു പേരയാണ് ഈ വെരിഗേറ്റഡ് പേര.